പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർട്ടെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നലെയും മെനങ്ങാനൊക്കെ ആയിട്ട് നമ്മൾ സെർട്ടെക്കുറിച്ചുള്ള ഷോർട്സ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറം എന്ന് പറയുന്നത് വിറ്റാമിൻ സി സെറമാണ്. അത് എനിക്കൊന്ന് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും. ആ സെറത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം വിറ്റാമിൻ സി സെറം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യും നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവുമെന്ന് വെച്ചാൽ ഭയങ്കര അങ്ങ് വെളുപ്പിക്കുമെന്നല്ല, നമ്മുടെ സ്കിൻ ടോണിനെക്കാട്ടിയും ഒരു ഷെയ്ഡും കൂടെ ലൈറ്റ് ആക്കും നമ്മുടെ സ്കിന്ന്. അപ്പം അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്, നമുക്ക് വർഷങ്ങളായിട്ടൊക്കെ ഈ കുരുവൊക്കെ വന്ന പാടൊക്കെ കറുത്ത് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒരുവിധം പോകാനൊക്കെ നമുക്ക് വിറ്റാമിൻ സി സെറം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു വിറ്റാമിൻ സി സെറം എന്ന് പറഞ്ഞാൽ ഡെർമാക്കോയുടെ വിറ്റാമിൻ സി സെറമാണ്. അതെനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് കുറേ ഉണ്ട്, ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് പറഞ്ഞത് ഡെർമാക്കോ എന്ന്. അതുപോലെ രണ്ടാമത്തെ സിറം എന്ന് പറയുന്നത് നിയാസിനിമൈഡ് സിറമാണ്. അത് ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും അതുപോലെ തന്നെ ഈ ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നിയാസിനിമൈഡ് സിറം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആക്നെയുടെ പ്രശ്നങ്ങൾ എന്തിട്ടാലും കുരുക്കൾ വരുന്നവർക്ക് ആ കുരുവൊക്കെ ഒന്ന് മാറാനും അതുപോലെ ആക്നെയുടെ സ്കാർസ് ഒക്കെ ഒന്ന് മാറാനൊക്കെ നിയാസിനിമൈഡ് സിറം വളരെ നല്ലതാണ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ സെറം എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് സെറമാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്യാനും അതുപോലെ തന്നെ സൺ ഡാമേജിനൊക്കെ ഒന്ന് ഇതാക്കാനും ഒക്കെ ഗ്ലൈക്കോളിക് ആസിഡ് നല്ലതാണ്. പിന്നെ നാലാമത്തെ സെറം എന്ന് പറയുന്നത് ഹൈലറോണിക് ആസിഡ്. ഇത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ടൊന്ന് മോയ്സ്ചർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നായിരിക്കും ഹൈലറോണിക് ആസിഡ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത സെറം എന്ന് പറയുന്നത് റെറ്റിനോളാണ്. റെറ്റിനോള് എല്ലാ സ്കിൻകാരും ഉപയോഗിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. 25+ അല്ലെങ്കിൽ 30+ ആണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. റെറ്റിനോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്നൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കൊളാജിനൊക്കെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റി ഏജിങ് പ്രശ്നങ്ങൾക്കുമാണ് റെറ്റിനോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഈ ചുണ്ടിട്ടുള്ള പിഗ്മെൻറ്റേഷൻ അതൊക്കെ മാറ്റുവാനും അതുപോലെ വ്രിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതൊക്കെ മാറ്റാനൊക്കെ റെറ്റിനോൾ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരുവിധം സെറത്തെ പറ്റി ഞാൻ ഉൾക്കൊള്ളിച്ച് ചെറുതായിട്ട് ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവിടെ എല്ലാവർക്കും ബൈ ബൈ.